എംബസി കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജെറുസലേമിലാണ്, അതുകൊണ്ട് തന്നെ ജെറുസലേമിൽ അങ്ങനെ വലിയ അറ്റാക്കുകൾ ഇല്ലായിരുന്നു, അപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ഇസ്രായേൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളും കറക്റ്റ് സമയത്തിന് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇല്ല, ജെറുസലേമിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ടെല്ലവീവിലും ഹൈഫ അങ്ങനെയുള്ള ഏരിയാസിലായിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ. ജെറുസലേമിൽ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തിരിച്ചു വരാൻ പറ്റിയില്ല, വൈകിട്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഫ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് ഞങ്ങൾ ജോർദാനിൽ നിന്ന് കുവൈറ്റിൽ വന്നു. പിന്നെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇനി ഒരുപാട് മലയാളികളുണ്ടോ? വരുന്ന ദിവസങ്ങളിലാണ് കൂടുതൽ മലയാളികൾ വരുന്നത്. ഒരാളുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ കണ്ടിരുന്നില്ല. നോർക്കയിൽ നിന്ന് ഒരാളൂടെ ഉണ്ട് എന്നാണ് ഞാൻ അല്ല, ഞാൻ ജെറുസലേമിൽ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലുതായിട്ടൊരു ഇൻറ്റൻസിറ്റി അങ്ങനെ ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ ടെല്ലവീവിൽ ഹൈഫയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ ഇങ്ങനെ മിസൈലിൻ്റെ സൗണ്ടുകളും ഇങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സൗണ്ടുകളും ഭീതി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജെറുസലേമിലായതുകൊണ്ട് തന്നെ ലൈക്ക് എവറിതിങ് വാസ് നോർമൽ. അതെല്ലാം നമ്മുടെ എംബസി തന്നെ എല്ലാം ചെയ്യുന്നത്. അപ്പം എംബസി കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വേറെ മലയാളികൾ അവർ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഞാൻ ആദ്യമേ ബുക്ക് ചെയ്തിരുന്നു, ഫോം ഫില്ല് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ എനിക്ക് ഫ്ലൈറ്റ് കിട്ടി. ഇല്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല അവിടെ. അങ്ങനെ അത്രയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാതിരി അത്രയും എക്സ്ട്രീം അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും മാറുക അങ്ങനെയൊന്നും ഇല്ല. ഇല്ലില്ല, ഞങ്ങൾക്ക് താമസിക്കുന്നത് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററിയിൽ തന്നെ താമസിക്കണം, അപ്പാർട്ട്മെൻറ്റിൽ. അപ്പം അവിടെ തന്നെ ഞങ്ങൾക്ക് സേഫ് റൂംസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് റെഡ് അലേർട്ടുകൾ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും ഞങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്യും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഷെൽട്ടറിൽ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്യുന്നു. എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റും ഞങ്ങളെല്ലാം അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളായാലും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ എപ്പോഴും തരാറുണ്ടായിരുന്നു. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോർദാനിലേക്ക് എത്തിക്കുന്നതിന് ബസ്സിലാണോ? എംബസി തന്നെ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ജോർദാനിലേക്ക്. ജോർദാനിൽ നിന്നും അവിടുത്തെ ബസ്സിൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർപോർട്ട് ഹോട്ടലിൽ താമസിച്ചു. പിന്നീട് എല്ലാം എംബസി തന്നെ ബസ്സിൽ അറേഞ്ച് ചെയ്ത് എല്ലാം ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു. ഈ ഇസ്രായേലി ഗവൺമെന്റ് നിങ്ങളോടൊക്കെ അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതോ അവിടെ ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ സൂമിലാണ്. ഇപ്പം ഗ്യാതറിങ്സ് പാടില്ല, അവിടെ എമർജൻസി ഉണ്ടായതുകൊണ്ട് തന്നെ ഗ്യാതറിങ്സ് പാടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സീസ് ഫയറിൻ്റെ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. അപ്പം വരും ദിവസങ്ങളിൽ നോക്കാം, അറിയില്ല.